ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ ബിജോയ് ഐ പി സാറിനെ ഞാൻ ഹാർദവമായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ പി ബിജോയ് IPS അവർ നമ്മോട് സംസാരിക്കുന്നു. കോടം വേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ, ശ്രീ ഷിനോ ചാക്കോ, കോടത്ത് സ്കൂളിലെ പ്രിൻസിപ്പൽ PM ബാബു, രാജപുരം CI കൃഷ്ണൻ, രാജേഷ് കുമാർ, ബിജോത്തി ജോർജ്, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, നമുക്കറിയാം ഇന്ന് ലോകമെമ്പാടും ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ രാജപുരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട ഈ സ്ഥലത്ത് ഇന്നിവിടെ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ലഹരി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ വിവിധ മേഖലയെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ വിഷമാണ്. ഇവിടെ കൂടുതലും വിദ്യാർത്ഥികളായതുകൊണ്ട് ഞാൻ നിങ്ങളെ തന്നെ അഭിസംബോധന ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നത് വരെ ധാരാളം സംഭാവനകൾ ഈ ലോകത്തിന് നൽകാനുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ സ്വാഭാവികമായ വളർച്ചയോടൊപ്പം തന്നെ നാടിന് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ സംഭാവന ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മിക്ക വിദ്യാർത്ഥികളും വളരെ ഭംഗിയായി തന്നെ ചെയ്യുന്നുണ്ട്. ഏറ്റവും യുവത്വം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും അധികം യുവാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നിങ്ങളുടെ സംഭാവന കൊണ്ടാണ് ഈ രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വളരെ അടുത്ത കാലത്തായി രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന ഒരു ശക്തിയാണ് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. നമ്മളുടെ എല്ലാവരുടെയും പ്രൊഡക്ടിവിറ്റി വളരെയധികം പിന്നോട്ടടിക്കുന്നൊരു വസ്തുവാണ്. ഞാൻ കാസർഗോഡ് SP ആയിട്ട് വന്നതിന് ശേഷം വളരെയധികം ദുഃഖകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലഹരിക്കടിമപ്പെട്ട ആൾക്കാർ ചെയ്യുന്ന ഓരോ കുറ്റകൃത്യങ്ങൾ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങൾ പലപ്പോഴും ലഹരിക്കടിമപ്പെട്ട് ചെയ്യുന്നതായി കാണപ്പെടുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല വസ്തുക്കളാണ്. ഈ പൊതുവേദിയിലിരുന്ന് എനിക്ക് പറയാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം അതിൽ നിന്ന് അതിന് ഞാൻ മുതിരുന്നില്ല. ഇതിനൊക്കെ കാണുന്നത് ഇതിൻ്റെ അകത്തൊരു കോമൺ ഫാക്ടർ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇത് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് ഈ ലഹരിക്കടിമപ്പെട്ട വ്യക്തികളാണെന്ന് മനസ്സിലാക്കും. ഈ ലഹരിയുടെ കെട്ട് വിടുമ്പോൾ പലപ്പോഴും അവർക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും നികത്താൻ പറ്റാത്ത അത്ര ഗുരുതരമായ തെറ്റുകൾ അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ 1987 തോന്നുന്നു ലോകാരോഗ്യ സംഘടന ഇങ്ങനെ ഒരു ദിനം പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇത്രയും വർഷങ്ങളായി എല്ലാ വർഷവും ഇത് ആചരിക്കുന്നുണ്ട്. ഈ ഒരു ദിവസം നമ്മളെല്ലാവരും ഒത്തുകൂടി ഒരു പ്രതിജ്ഞ എടുത്തിട്ട് പിരിയും. നാളെ മുതൽ, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന അപ്പോൾ ആ നിമിഷം മുതൽ നമ്മളതിനെക്കുറിച്ച് മറക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ ദിവസം നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നതിന് മാത്രമാണ് ഈ ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ 365 ദിവസവും ലഹരിക്കെതിരായി പ്രവർത്തിക്കും എന്നുള്ളത് പ്രതിജ്ഞ വേണം നമ്മൾ ഓരോരുത്തരും നൽകാൻ. എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുക. ഒരു കാരണവശാലും എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കും എന്നുള്ള പ്രതിജ്ഞ നിങ്ങൾ എടുക്കണം. അതിന് തയ്യാറുണ്ടോ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക്? എല്ലാവരും നേരെ എൻ്റെ മുഖത്ത് നോക്കണം. മുഖം കുനിച്ച് വയ്ക്കുമ്പോൾ വേറെ അർത്ഥമായി പോകാൻ. സധൈര്യം ഞാൻ ലഹരി ഉപയോഗിക്കില്ല, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ബന്ധുക്കളെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കില്ല, അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും എന്ന് പ്രതിജ്ഞ എടുക്കാൻ എത്ര പേരുടെ തയ്യാറുണ്ട്? വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇപ്പോൾ ധാരാളം കൂടി വരുന്നൊരു കാര്യമാണ് ഈ ലഹരി ഉപയോഗം. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് പോലും ഇതിൻ്റെ വലയിൽ വിട്ടുപോകാം. വളരെ ചുരുക്കി പറഞ്ഞാൽ ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. പെട്ടെന്നൊരാൾ വളരെയധികം സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സംസാരിക്കാതാകുക, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, ഉറക്കമില്ലായ്മ, നമ്മളുടെ മക്കളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഉറക്കമില്ലായ്മ, പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ സംസാരിക്കാതെ തങ്ങളിലേക്ക് ഒതുങ്ങുക, അക്രമ സ്വഭാവം കാണിക്കുക, ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ അത് ഒരു സൈനാണ് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ ആദ്യമേ തന്നെ ഈ സൈൻ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള സഹായം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് തിരിച്ച് പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. പക്ഷേ ഈ ലക്ഷണങ്ങൾ അവഗണിച്ചാൽ ഉണ്ടാകുന്നത് വൻ ദുരന്തമായിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ ഇത് ദുരന്തത്തിലേക്ക് നിങ്ങളെ വലിച്ചടയ്ക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും. എപ്പോഴും പോലീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇത് തുടച്ചു നീക്കുക എന്നുള്ളത്. അതിനാണ് നിങ്ങളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും, അത് ഇവിടുത്തെ എല്ലാ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പോലീസ് ഓഫീസർ എന്ന നിലയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പോലീസിന് കൈമാറാം. പോലീസ് സ്റ്റേഷനിൽ SHOമാരുടെ അടുത്ത് കൊടുക്കാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥരെ വരെ അറിയിക്കാം. ഞങ്ങൾ അതിനെതിരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നിങ്ങളെ വിശ്വസിക്കാം. തീർച്ചയായും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. ആ വാഗ്ദാനം നൽകിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔപചാരികരുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് പ്രതിജ്ഞ ജില്ലയാണ് എല്ലാവരും ഏറ്റുചൊല്ലണം. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എൻ്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതമാണ് ലഹരി എന്ന ആശയം ഞാൻ ജീവിതത്തിൽ പകർത്തി ലഹരി മുക്ത നവകേരളം പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അത് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ. 16 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും SLC +2 പരീക്ഷകൾ തുടർ പഠനം നേടുന്നതിന് വേണ്ടി പോലീസ് ഒരുക്കുന്ന സംവിധാനം. കുട്ടികൾ അവരുടെ മാനസിക സംഘർഷത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി 94 97 900 200 എന്ന നമ്പറിലേക്ക് ഏത് സമയവും വിളിക്കാവുന്ന ചിരി പദ്ധതിയുടെ പോസ്റ്റർ ഇന്ന് അനുഭവിക്കുന്ന ഗെയിം അഡിക്ഷൻ, കുട്ടികളുടെ സ്വഭാവ വ്യതിയാനം
അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കും. 94 97 900 200 ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ. താങ്ക് യു സർ. താങ്ക് യു. ആശംസാ പ്രസംഗത്തിനായി ബന്ധപ്പെടേണ്ടുന്ന സമയമാണ്. നമുക്ക് ദിവസവും ചുരുങ്ങിയത് പത്രവാർത്തകളെങ്കിലും വായിച്ച് ഈ ദൂഷ്യഫലങ്ങളുടെ പ്രശ്നങ്ങളുടെ ഭീകരതയെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വയം തയ്യാറെടുക്കലാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. കാലാവസ്ഥ അത്ര അനുയോജ്യമായ രീതിയിലായിരിക്കില്ല മുന്നോട്ട് പോകുന്നത്. ഇവിടെ ലഹരിക്കെതിരെ ഒരു ഒപ്പുവെക്കൽ പരിപാടി കൂടി നടക്കുന്നുണ്ട്. എല്ലാവരും ആ ഒപ്പുവെക്കുന്ന